ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് കാപ്രിക്കോൺ സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. ഇതൊരു വാലന്റൈൻ സ്പെഷ്യൽ റീഡിംഗ് കൂടിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സ്പെഷ്യൽ മെസ്സേജസ് ഉണ്ടാവും. ഈ വീഡിയോനെ സ്റ്റാർട്ട് ടു ഫിനിഷ് വരെ നോക്കുക. നിങ്ങൾ ഇതുവരെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ എത്രയും നിങ്ങൾ കമൻറ്റ് ചെയ്യണോ ലൈക്ക് ചെയ്യണോ അത്രയും എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെന്റ്. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് വരണേ, നിങ്ങളുടെ വാലന്റൈൻ സ്പെഷ്യൽ റീഡിംഗ് എന്താണ് പറയണമെന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഫെബ്രുവരി മാസത്തിൻ്റെ കിങ് ഓഫ് വോൺസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? പേഴ്സൻ്റെ ഓവറോൾ എനർജി പേജ് ഓഫ് വോൺസ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നൈറ്റ് ഓഫ് സോഡ്സ്. എന്താണ് പാസ്റ്റിൽ ഉണ്ടായത്? 6 ഓഫ് കപ്സ്. അപ്പോൾ എന്താണ് ഓക്കെ, നമ്മൾക്ക് ആദ്യം ഈ കാർഡ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ കിങ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കുകയാണ് കാപ്രിക്കോൺ. ഇത് കുറേ പാഷൻ്റെ എനർജിയാണ്. ഒരു ഫയർ സൈൻ ആണ് ഇത്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. പക്ഷേ ഇതൊരു ലീഡർഷിപ്പ് എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ മാസം ഒരു ഹെസിറ്റേഷൻ ഒന്നുമില്ല, ഒരു പേടി ഒന്നുമില്ല. എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾ കുറേ ഓപ്പണായിട്ട് കുറേ ആക്ഷൻ എടുക്കണ എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ ഒരു ഫിയർലെസ് എനർജിയാണ് ഞാൻ കാണുന്നത്. കുറേ പാഷൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേഴ്സൺ ഇഷ്ടമാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ പാഷൻ ഉണ്ട്, ഒരു ഗോളുണ്ട്. കാര്യങ്ങൾ ചെയ്യാൻ ഹെസിറ്റേറ്റ് ചെയ്യണില്ല, കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു പേടിയൊന്നുമില്ല. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ മാസം. അപ്പോൾ ഈ കിങ് ഓഫ് വോൺസ് എന്താണ് ഇവിടെ കാണുന്നത്? പക്ഷേ പാസ്റ്റിൽ എന്തോ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഇഷ്യൂസ്. എന്താ വെച്ചാൽ നിങ്ങൾ പാസ്റ്റിനെ കുറച്ച് മനസ്സിൽ വെച്ചിട്ട് അതിൻ്റെ എന്തോ ഒരു വിഷമമുണ്ട്. പാസ്റ്റിൽ എന്തോ വർക്കൗട്ട് ആവാത്തതുകൊണ്ടായിരിക്കാം, അതല്ല വെച്ചാൽ പാസ്റ്റിൽ നിങ്ങളെന്തോ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും പാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിട്ട് അതിനെ കുറിച്ച് കുറേ നിങ്ങൾ ഫോക്കസ് ചെയ്യണു. അതെനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല, എനിക്കിത് ചെയ്യായിരുന്നു, അങ്ങനത്തെ കുറേ ഇഷ്യൂസ്. പറഞ്ഞാൽ ഇഷ്യൂ അല്ല, അങ്ങനത്തെ കുറേ തോട്ട്സ് ഉണ്ട് മനസ്സിൽ. ഇപ്പോൾ ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി വന്നിരിക്കുന്ന പേജ് ഓഫ് വോൺസ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഇവരുടെ എനർജി നിങ്ങളുടെ എനർജി മാതിരിയല്ല. കിങ് ഓഫ് വോൺസും പേജ് ഓഫ് വോൺസ് ഇവർ കുറച്ചുകൂടിയും ഒരു ഇമ്മച്യൂർ എനർജിയിലാണ്. അത്ര ഒരു മെച്ചോറിറ്റി ഇല്ല. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെക്കാട്ടിലും ഏജ് വൈസ് കുറവായിരിക്കും. അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവില്ല റിലേഷൻഷിപ്പിൽ, എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് അതിൻ്റെ എക്സ്പീരിയൻസ് കുറവായിരിക്കും. എന്തായാലും ഇവർക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ട് ഈ മാസം. പറഞ്ഞാൽ നോ കോണ്ടാക്റ്റ് ആണ് വെച്ചാൽ ഒരു മെസ്സേജോ അങ്ങനെ കോളോ എന്തെങ്കിലും അങ്ങനെ വരാൻ പോകുന്നുണ്ട്. 7 ഓഫ് വോൺസ് ഉണ്ട്. ഈ പേഴ്സൺ കുറേ ബ്ലോക്ക്ഡായി ഫീൽ ചെയ്യണു. അപ്പോൾ അവർക്ക് മുമ്പോട്ടേക്ക് പോകണം വെച്ചാലും ഈ റിലേഷൻഷിപ്പിൽ കുറേ ബ്ലോക്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അവർ ഗിവ് അപ്പ് ചെയ്യണില്ല, ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്താ ഉണ്ടായി വെച്ചാൽ ഒരു റീകൺസിലിയേഷൻ ഓൾറെഡി ഉണ്ടായിരിക്കണു. അതല്ല വെച്ചാൽ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കുറേ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ രണ്ടാൾക്കും ഒരു തീരുമാനം എടുക്കാണ്ടായിരുന്നു. അത് ഈ സിറ്റുവേഷനിൽ റീകൺസൈൽ ചെയ്യണോ വേണ്ടതെന്ന്. കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകണു. അപ്പോൾ പാസ്റ്റിൽ ആ ഡിസിഷൻ നിങ്ങൾ എടുത്തിട്ടില്ല വെച്ചാൽ ഇപ്പോൾ ആ ഡിസിഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഓക്കെ, എന്താ വെച്ചാൽ നൈറ്റ് ഓഫ് സോഡ്സ് കുറേ ഒരു റെസ്റ്റ്ലെസ് എനർജിയാണ്. അപ്പം നിങ്ങൾ രണ്ടാളും മുമ്പേ കുറേ ആലോചിച്ച് നോക്കി ഇത് വർക്കൗട്ട് ആവോ, എന്താണ് ഫ്യൂച്ചർ ഉണ്ടാവുക, അങ്ങനെ കുറേ സമയം പോയി. പക്ഷേ ഈ മാസം ഞാൻ കാണുന്നത് കുറേ ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ
ഒരു തീരുമാനം എടുക്കാനുള്ള റെസ്ലെസ്നെസ് ആയിരിക്കാം, അതല്ല വെച്ചാൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു റെസ്ലെസ്നെസ് ആവും. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു പേഴ്സൺ ഇവിടെ മറ്റേ പേഴ്സണെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളാണോ അവരെ കോണ്ടാക്ട് ചെയ്യണത്, അതല്ല വെച്ചാൽ ഇവരാണോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണതെന്ന് അത് ഇവിടെ മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മൾക്ക് മറ്റേ കാർഡ്സ് നോക്കാം, ചിലപ്പോൾ ആ ക്ലാരിറ്റി വരും. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു കോണ്ടാക്ട് ഉണ്ടാവാൻ പോകുന്നുണ്ട് ഈ മാസം. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്? ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ലവേഴ്സ് എനർജി. അപ്പോൾ ഇവിടെ വേറെ ഒരു പേഴ്സൺ ഉണ്ട് ഈ സിറ്റുവേഷനിൽ. ഇവർക്കൊരു ചോയ്സ് ആണ് എടുക്കേണ്ടത്. നിങ്ങളും വേറൊരു പേഴ്സൻ്റെ ഇടയ്ക്ക് അവർക്കൊരു ചോയ്സ് എടുക്കണം, ചോയ്സ് ഉണ്ടാക്കണം. അവർ പക്ഷേ ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാഷൻ ഉണ്ട്. നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. കുറേ അട്രാക്ഷൻ ഉണ്ട് ഇവിടെ. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് സീക്രട്ട്ലി. ഓക്കെ, അവർക്ക് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ടേക്ക് പോകണം എന്നുണ്ട്. പക്ഷേ ആക്ഷൻ വൈസ് ആക്ഷൻ വൈസ് ആണ് അവർ ഇവിടെ ഒരു ആക്ഷൻ എടുക്കാത്തത്. എന്താ വെച്ചാൽ അവർ ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യണോ, അവർ വേറെ ഏതോ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായി പോയി എന്ന മാതിരി ഒരു ഫീലിംഗ് അവർക്കുണ്ട്. പറഞ്ഞാൽ അതിന് അവർക്ക് പുറത്തു വരാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് അവർ. കുറേ കൺഫ്യൂസ്ഡ് ആണ്, എന്താ വേണ്ട അറിയില്ല. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? നിങ്ങൾക്ക് ആക്ച്വലി പേഴ്സണിന് വേണ്ടിയിട്ട് ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളത് കാണിക്കുന്നില്ല പുറത്തേക്ക്. ഓക്കെ, ടു ഓഫ് പെൻറ്റിക്കിൾസ്. അത് മാത്രമല്ല, ഈ പേഴ്സൺ നിങ്ങളോട് എല്ലാം കാര്യങ്ങൾ തുറന്ന് പറയണില്ല, എന്തോ ഒരു സീക്രട്ട് ഉണ്ട്, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ ടു ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ നോക്കണു. നിങ്ങൾ അത്ര ഇമോഷണൽ ആവാണ്ട് നോക്കണു. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും കാണിക്കണം എന്നുണ്ടാവില്ല. നിങ്ങൾ കുറച്ചുകൂടിയും ഒരു ഡിസിപ്ലിൻഡ് എനർജിയിലാണ്, ഇമോഷൻസ് കാണിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ, അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ? ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 10 of Swords ആണ്. അപ്പോൾ ഇവിടെ ഒരു ബിട്രയലിൻ്റെ എനർജി കാണാണ്ട്, ഈ പേഴ്സൺ ആണോ നിങ്ങളെ ബിട്രേ ചെയ്ത്, അതല്ല വെച്ചാൽ നിങ്ങളാണോ ഇവരെ ബിട്രേ ചെയ്തതെന്ന് അറിയില്ല. പക്ഷെ അവർക്ക് അതിൻ്റെ വിഷമമുണ്ട്, കുറേ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്, ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ അവർ ഇമോഷണലി ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യും. അതാണ് അവരുടെ പ്ലാൻ. നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ നിങ്ങൾ ഹീൽ ചെയ്യാൻ നോക്കണു. നിങ്ങൾ അങ്ങനെ കൂടുതൽ സ്ട്രെസ് ഒന്നും എടുക്കാണ്ട് ഈ സിറ്റുവേഷന് മാറി നിൽക്കാനാണ് നോക്കണത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് റൊമാൻറ്റിക് ഫീലിങ്സ് ഇപ്പോഴും ഉണ്ട്. ഇടയ്ക്ക് നിങ്ങൾ ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യണോ എന്ന് ഇങ്ങനെ ഒരു ടെംപ്റ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് ഇവിടെ റീകൺസിലിയേഷൻ ഉണ്ടായാൽ നിങ്ങൾ ആക്ച്വലി ഇവിടെ ഹാപ്പി ആവും. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ ആക്ഷൻ, ഫ്യൂച്ചർ ആക്ഷൻ അവർ എടുക്കാൻ പോണത് ഒരു മെസ്സേജാണ് പറയണത്. ഒരു എപ്പോളജി, ഒരു മാപ്പ് ചോദിക്കണ എനർജി ആവാം, അതല്ല വെച്ചാൽ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജി ആവാം. അവർ ഡെഫിനറ്റ്ലി റെഡിയാണ്, അതല്ല വെച്ചാൽ റെഡി ആവാൻ പോകുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അവർക്ക്. നിങ്ങളുടെ എന്താണ് ആക്ഷൻ ഉണ്ടാവുക? നിങ്ങളുടെ ആക്ഷൻ എന്താ വെച്ചാൽ നിങ്ങളും ഓക്കെ ആണ് അതിന് വേണ്ടിയിട്ട്. ഒരു പുതിയ തുടക്കം ഞാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ഗുഡ് ന്യൂസ് ആണ് വരാൻ പോണേ. പക്ഷേ കാപ്രിക്കോൺ എനർജിയിൽ ഡെവിൽ എനർജി വന്നിരിക്കണം. ഇപ്പോൾ ഇത് നിങ്ങളുടെ തന്നെ എനർജി ആയിരിക്കാം. എന്താ വെച്ചാൽ ഡെവിൽ കാർഡ് കാപ്രിക്കോണിൻ്റെ കാർഡാണ്. അതല്ല വെച്ചാൽ ഇവിടെ ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഇവിടെ ഒരു ടോക്സിക് എനർജി വരണു. അപ്പോൾ കാപ്രിക്കോൺ നിങ്ങൾക്ക് സൂക്ഷിക്കാനുള്ള എന്താ വെച്ചാൽ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യരുത്. ഓക്കെ, എന്താ വെച്ചാൽ കുറേ സ്ട്രെസ് ഉണ്ട്, കുറേ ആങ്സൈറ്റി ഉണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരു റോങ് ഡെസിഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ല വെച്ചാൽ ഒന്നും ആലോചിക്കാണ്ട് എന്തെങ്കിലും ഒരു ഡെസിഷൻ എടുക്കുക, ഇമ്പൾസീവായി ഡെസിഷൻ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് സൂക്ഷിക്കണം, അത് ചെയ്യാണ്ട് നോക്കണം. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം 9 of Wands. ഒരു പേടിയുണ്ട്. നിങ്ങൾക്ക് പേടി എന്താ വെച്ചാൽ ഇത് വർക്കൗട്ട് ആവുമോയെന്ന്. ഇവർക്ക് പേടി എന്താ വെച്ചാൽ കോണ്ടാക്ട് ചെയ്യാൻ പേടിയായിരിക്കും. അപ്പോൾ കാര്യങ്ങൾ കുറച്ച് സ്ലോ മൂവിങ് ആണ്, പക്ഷേ സ്റ്റേബിലിറ്റി ഉണ്ട്. ഡെഫിനറ്റ്ലി ഇവിടെ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു റീകൺസിലേഷൻ്റെ ഓഫർ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഞാനിവിടെ കാണുന്നത് ഫയർ സൈൻ കുറേ ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനായി, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ഉണ്ട്, അക്വേറിയസ്, ലീബ്ര, ജെമിനായി ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറേ സൈൻസ് ഇവിടെ കാണാണ്ട്, ഒരു സൈൻ മാത്രമല്ല. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്താ പറയാൻ നോക്കണേ? ഐ ലുക്ക് ഫോർ യു എവറിവെയർ. I am grateful for the spiritual lesson.
ഐ ന്യൂ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.